ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നെക്കിന് പടി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മാക്സിക്ക് പടി വെച്ചിട്ട് ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അതിൻ്റെ രണ്ട് സൈഡിലോട്ടും 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബോക്സ് വരച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു കോൺ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഈ ഒരു ബോക്സാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളിതിനെ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നടുക്കിലത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ നമ്മൾ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിർത്തിയിട്ട് പിന്നെ രണ്ട് സൈഡിലോട്ട് ആ നമ്മൾ കോൺ ഷേപ്പിൽ വരച്ചിട്ടില്ലേ, ആ രണ്ട് ഷേപ്പും കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളതിനെ കട്ട് ചെയ്തു. ഇനി അതിനെ ഇതേപോലെ തിരിച്ച് പിടിക്കുക. അതായത് ഇതിനെ സ്ട്രെയിറ്റ് പിടിക്കണം. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ തിരിച്ച് പിടിക്കുക, ഇപ്പുറത്തെ സൈഡും ഇതേപോലെ തിരിച്ച് പിടിക്കുക. കണ്ടോ? അപ്പോൾ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്ക് പടി വെക്കാനുള്ള ആ ഒരു പീസ് തുണിയെടുക്കണം. അപ്പോൾ ഇതൊരു 2 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് ഫ്രണ്ടിലേക്കും 1 ഇഞ്ച് ബാക്കിലേക്കും ആയിട്ട് വരും. എന്നിട്ട് ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു പോയിന്റ് കണക്കാക്കിയിട്ട് ഇതേപോലെ കറക്റ്റ് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാലൻസ് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിന് ഇതേപോലെ മടക്കി വയ്ക്കാം. ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് കണ്ടോ നമുക്ക് കിട്ടുന്നത്. നല്ല നീറ്റായിട്ട് നമുക്ക് വരികയും ചെയ്യും. നല്ലൊരു ഭംഗിയിൽ ഡിസൈൻ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. താങ്ക്